വേറൊരാൾക്ക് വരയ്ക്കാൻ പറ്റില്ല. അത് നമ്മൾ കോപ്പി ചെയ്താൽ പോലും അത് അതുപോലെ വരിക. നമ്മൾ എന്ത് വരയ്ക്കുന്നോ അത് നമ്മുടെ ആർട്ട് തന്നെയാണ്. നമുക്ക് അതിന്റെ വാല്യൂ അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളയുന്നത്. ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വരയ്ക്കുന്നതെല്ലാം നല്ലതാണ്, നമ്മളത് നമ്മുടെ ആർട്ടാണ്. നമ്മൾ ഒരിക്കലും അത് മറ്റു ആർട്ടുകളുമായിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ 4ാം ക്ലാസ്സിലെ 40%, 10ാം ക്ലാസ്സിലെ 10% കുട്ടികളെ വരയ്ക്കും. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം അടുത്തിരിക്കുന്ന കുട്ടികളാണ്. ഒരു കുട്ടി വരയ്ക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു തുപ്പും വരയ്ക്കത്തില്ലാത്ത ചെറുക്കൻ പറയും ഇങ്ങനെയാണ് നീ വരയ്ക്കുന്നത്. അയാളുടെ വര തീർന്നു, അവിടെ തീർന്നു ആ കുട്ടിയുടെ വര. ഇല്ല, നാസിക് പട്ടാളം ഗുർണിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബിട്ടയിൽ പ്രതിഷേധിച്ച് അന്നത്തെ പാബ്ലോ പിക്കാസോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ന്യൂസ് പേപ്പറിൽ വരച്ച ഒരു ചിത്രമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു ചിത്രമാണ് ഗുർണിക്ക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് 3 സിനിമകൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ചിത്രത്തെ ബേസ് ചെയ്ത് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. അവിടെ സ്പെയിൻ എന്ന് പറയുന്ന നാട്ടിലാണിത്. സ്പെയിനിൽ ഏറ്റവും കൂടുതലുള്ളത് കാളപ്പോരാണ് അറിയാം. അപ്പൊ ഈ കാളപ്പോര് ഈ പിക്കാസോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത്. അത് ഇന്നും വേൾഡ് ഫേമസ് ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്, വെറുതെ ന്യൂസ് പേപ്പറിൽ വരച്ച ചിത്രമാണ് ഗുർണിക്ക. നിങ്ങൾ എപ്പോഴെങ്കിലും നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. ഏറ്റവും കൂടുതൽ ലോകത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചിത്രമാണ് ഗുർണിക്ക എന്ന് പറയുന്നത്. കാരണം ആ നാസി പട്ടാളം ഈ ഗുർണിക്കയില് ബോംബിട്ടതിന്റെ പ്രതിഷേധമാണ് ആ പാബ്ലോ പിക്കാസോ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചിത്രകലയിലൂടെ അവതരിപ്പിച്ചതാണ്. അപ്പൊ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കലയെന്ന് പറയുന്നത്. കലയെന്ന് ഞാൻ പറയുമ്പം ഈ ഡ്രോയിങ് മാത്രമല്ല, അതിനകത്ത് മ്യൂസിക്, ഡാൻസ് എല്ലാം ഉൾപ്പെടും. എല്ലാ കലകളും അതിനകത്ത് പെടും. ഈ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണം ടീച്ചർ തന്നെ മുമ്പേ പറഞ്ഞു. ടീച്ചർ തന്നെ പറഞ്ഞു അവർക്ക് പേഷ്യൻസ് ഉണ്ടാവും, ക്ഷമയുണ്ടാവണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഈ ആർട്ട് ചെയ്യാൻ പറ്റും. ആ ക്ഷമ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം നമുക്കൊരു ആർട്ടിൽ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ക്ഷമയുള്ള കുട്ടികളായി മാറും. അപ്പൊ ക്ഷമ മാത്രം പോരാ, ഓരോ കാര്യം ഇപ്പൊ ഒരു ഇല വരയ്ക്കണമെങ്കിൽ തന്നെ ആ ഇല എങ്ങനെ ഇരിക്കുന്നു എന്നറിയണ്ടേ? അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. നമ്മളുള്ള മനസ്സിലുള്ള വികാരങ്ങള്, മനസ്സിലുള്ള വിചാരങ്ങള് നേച്ചറുമായിട്ട് സംവദിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ നമ്മൾ എന്താണ് ആയിത്തീരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ, നമ്മളൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അവരെന്താണ് ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ അല്ലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നതെന്നൊരു പ്രാർത്ഥന അവരുടെ മനസ്സിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളായിരിക്കും പിന്നെ ആ കുട്ടികൾക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അതൊരു പ്രാർത്ഥനയാണ്, അതാണ് പ്രാർത്ഥന. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളിൽ നേച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അതാണ് ശരിക്കുമുള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഡ്രോയിങ്ങിനെ അല്ലെങ്കിൽ ഈ കലയെ നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. പിന്നെ ഈ കല അല്ലെങ്കിൽ ആർട്ട് പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റ് മാത്രമല്ല സൊസൈറ്റിയുടെ ഡെവലപ്മെന്റും നടക്കുന്നുണ്ട്. അതുപോലെ ഈ ആർട്ട് പഠിക്കുകയാണെങ്കിൽ ആർട്ട് 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, നമ്മുടെ മറ്റ് വിദ്യാഭ്യാസത്തിന്റെ കൂടെ ആർട്ട് പഠിക്കാം. അതല്ല, ആർട്ട് തന്നെയും പഠിക്കാം. മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമാകുന്നതോടുകൂടി തന്നെ അവർക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. ഈ ആർട്ട് പഠിക്കുന്നതിനുള്ള ഗുണം അതാണ്. പിന്നീട് ഈ ചിത്രം വരയ്ക്കേണ്ട സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റക്കായിപ്പോകും. കുട്ടികൾ പടം വരയ്ക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളിൽ കുട്ടികൾ സ്റ്റക്കായിപ്പോകും. ഇനി എന്താ വരയ്ക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോ ഇവര് തന്നെ ആലോചിച്ച് അതിന്റെ ബാക്കി കണ്ടുപിടിക്കും, പ്രോബ്ലം സോൾവ് ചെയ്യും. ഇവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള കഴിവ് അവരാ ചെറുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ള കഴിവുകളിൽ കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ ഇമിറ്റേറ്റിംഗ് പവർ ഉണ്ടാവും. ചില കുട്ടികള് എന്റെ പടം വരയ്ക്കും, ക്ലാസ്സിലിരുന്ന് എന്റെ പടം വരയ്ക്കും. എന്റെ പടം വരച്ചിട്ട് ഇങ്ങനെ കാണിക്കേണ്ട സാറിന്റെ വർണ്ണമയമായ ഒരു ലോകമാണ്, ചലനങ്ങളുടെ ലോകമാണ്. വർണ്ണങ്ങൾ മാത്രമല്ല, ചലനങ്ങളുടെ ഒരു ലോകമാണ്. ആ ലോകത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി
നിശ്ചലതയുടെ ഒരു ലോകത്ത്, കളറില്ലാത്ത ഒരു ലോകത്ത് കൊണ്ട് ഇരുത്തിയാൽ അവരെങ്ങനെയാണ് പോയിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത്? അതുകൊണ്ടാണ് നമ്മുടെ ഈ പഠനം തന്നെ നമ്മൾ ഡിജിറ്റലിലേക്ക് മാറിയത്. പതിയെ പതിയെ നമ്മൾ ഡിജിറ്റലിലേക്ക് മാറുന്നു. ഡിജിറ്റലിലേക്ക് മാറുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതേസമയം ഇപ്പൊ മൊബൈലിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ടി വി സിനിമ കാണുന്നത് പോലെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അത് എല്ലാം നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതിന്റെ പരിമിതികളെ കുറെയൊക്കെ മാറ്റിയിട്ട് അവരെ നേരിട്ട് നമുക്ക് ഈ പഠന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താനാണ് നമ്മളിത് ഈ ഡിജിറ്റലൈസ് ചെയ്യുന്നതും അവരെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്തുനിന്ന് കളറിന്റെ ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇവിടെ ഈ ചിത്രകലയിൽ ആ രീതിയിലേക്ക്, നിങ്ങൾക്കറിയാം സിനിമ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് അറിയാമോ? അത് തന്നെ വിഷ്വൽ ആർട്ട്, പെർഫോമിംഗ് ആർട്ട്, രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ വിഷ്വൽ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ടും ബുദ്ധി കൊണ്ടും നോക്കുന്നതിനെയാണ് വിഷ്വൽ ആർട്ട് എന്ന് പറയുന്നത്. വിഷ്വൽ ആർട്ടിൽ വരുന്നത് ഡ്രോയിങ്, പെയിന്റിങ്, ആർക്കിടെക്ചർ, ലാൻഡ്സ്കേപ്പ്, ഇതൊക്കെയാണ് വിഷ്വൽ ആർട്ടിൽ വരുന്നത്. പെർഫോമിംഗ് ആർട്ടിൽ വരുന്നത് ഡാൻസ്, മ്യൂസിക്, തിയേറ്റർ ആർട്ട്, ഇതെല്ലാം പെർഫോമിംഗ് ആർട്സിൽ വരും. ബാക്കി വരുന്ന ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു കലയാണ് സിനിമ. മറ്റ് ഡിജിറ്റൽ മീഡിയാസിൽ ഇതെല്ലാം കൂടെ ചേർന്ന് വരും. അതാണ് ന്യൂ ജനറേഷൻ മീഡിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതെല്ലാം വരും. ഈ ആർട്ട് ഇതെല്ലാം മറികടന്ന് വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് കല. ഇപ്പോൾ വരുന്നത് ലാൻഡ് ആർട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലാൻഡ് ആർട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലാൻഡ് ആർട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ നാട്ടിൽ അത്രയും അത് പ്രചരിച്ചിട്ടില്ല. ചൈന, ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്യുന്ന കർഷകർ അവരുടെ നെൽവയലുകൾ ചിത്രങ്ങളാക്കിയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിനെ നമ്മളിപ്പം നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അത് അതിന്റെ ചെറിയ ഫോമാണ്. ഇത് വലിയ കിലോമീറ്ററുകളുടെ കണക്കിന് ലാൻഡ്സ്കേപ്പ്, ലാൻഡ് ആർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മലകളിൽ നിന്ന് ഒരു മലയിലേക്ക് തന്നെ തുണി കൊണ്ട് ഡാം കെട്ടിയൊക്കെ, ഡാം എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടാതെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന പുതിയൊരു മേഖല വന്നിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? നിങ്ങൾ ആരെങ്കിലും ബിനാലെ കാണാൻ പോകാറുണ്ടോ? ബിനാലെ കേട്ടിട്ടുണ്ടോ? ബിനാലെ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിലൊരിക്കൽ എന്നാണ് ബിനാലെ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ മീനിങ്. 2 വർഷത്തിലൊരിക്കൽ കലാകാരന്മാരെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ബിനാലെ നടക്കുക. നമ്മുടെ കേരളത്തിൽ ഭാഗ്യമുണ്ട്, ലോകത്ത് തന്നെ 2 ബിനാലെ നടക്കുന്നത്. ലോകത്ത് തന്നെ 2 ബിനാലെ നടക്കുന്നത്. അതിലൊന്ന് നമ്മുടെ കേരളത്തിലാണ്. നിങ്ങൾ ബിനാലേക്ക് ഒരു വർഷം പോയി നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചേഞ്ച് പിന്നെ നിങ്ങൾക്ക് പോലും ഊഹിക്കാൻ പറ്റില്ല. അവര് ചെറുപ്പത്തെ കളിച്ച സാധനമാണ് ടെഡിബേ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സർക്കിൾസ് ആണ് കൂടുതൽ. ഈസിയല്ലേ? ഇങ്ങനെയാണ് അവര് ചിത്രം വരയ്ക്കാൻ പഠിക്കുന്നത്. അവരെ 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. വരയ്ക്കാൻ ട്രെയിനിങ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. 7 വയസ്സിന് ശേഷമേ കുട്ടികളെ ഡ്രോയിങ് പഠിപ്പിക്കാൻ പാടുള്ളൂ, കല പഠിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന കുട്ടികളെയാണ് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുക. ഇങ്ങനെ വരയ്ക്കാൻ എളുപ്പമല്ലേ? സർക്കിൾ വരച്ചത് വരയ്ക്കാൻ എളുപ്പമല്ലേ? ട്രയാങ്കിൾ കൊണ്ട് എന്താ വരയ്ക്കാൻ പറ്റുന്നത്? എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നത് ട്രയാങ്കിൾ കൊണ്ട്. പക്ഷേ അവര് പെട്ടെന്ന് ഗ്യാസ് ചെയ്യും. പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് സാറെ, പല പല ഫ്ലേവർ ഉണ്ട്. എന്നോട് പറഞ്ഞു തരും. ഇത് റെക്ടാങ്കിൾ വരയ്ക്കുന്നു, ഇവിടെ ഒരു തല വരയ്ക്കുന്നു, ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് ആനയുടെ ബേസിക് രൂപമായി. ഇനി നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത് വരയ്ക്കും. ഇവിടെ ഇങ്ങനെ വരയ്ക്കും, ചെവി വരയ്ക്കും, ഇങ്ങനെ കണ്ണ് വരയ്ക്കും, വാല് വരയ്ക്കും, ആന റെഡി. നിങ്ങൾക്ക് ആന എന്ന് പറയുന്ന ആ രൂപത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ആന നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെ വരച്ചാലും ആനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും. നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ബുദ്ധികളിൽ കൊണ്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഇതിനെ എടുത്ത് അനലൈസ് ചെയ്യുന്ന പണിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ അത് നമ്മൾ എന്ത് കാര്യങ്ങൾ വരച്ചാലും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനെയും
ഇങ്ങനെ പശുവിനെ ഇങ്ങനെ വരപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. അല്ലെ ആനെ മാനിനെയോ ആനി എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുന്നതോടുകൂടി അപ്പൊ ആ റെക്ടാങ്കിൾ വരച്ച് അതിനകത്ത് വര വരച്ച് അതിന്റെ ട്രയാങ്കിൾ വരച്ച് കൊമ്പ് വരച്ച് ഇങ്ങനെ വരയ്ക്കാൻ പിള്ളേർക്ക് എളുപ്പമാണ്. പിള്ളേർ വരയ്ക്കുകയും ചെയ്യും. അതായത് സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കുട്ടികളെ ചിത്രം വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട്. അപ്പൊ ആ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ഈ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്ത് അവർക്കും ഒരു കോൺഫിഡൻസ് വരും. നമുക്ക് വരയ്ക്കാൻ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വരച്ചു പോകും. ഒരു ചിത്രം വരച്ചിട്ട് സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവുക എങ്ങനെയാണ് അവന്റെ മനസ്സിൽ തോന്നുന്നു. മൂന്നാമതിരിക്കുന്ന ആൾ പറയത്തില്ല, അവര് നല്ലതാണെങ്കിലും പറയത്തില്ല നല്ലതാണെങ്കിലും. ആവശ്യത്തിന് ഒരു കൃഷ്ണനാട്ടം നടത്തുന്ന കുറെ ആൾക്കാരെ ഇങ്ങോട്ട് നയിച്ചു തരണം, ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാനാണെന്ന് പറഞ്ഞപ്പം ആ രാജാവ് പറഞ്ഞു ഒന്നും നോക്കത്തില്ല, ഇതൊന്നും ഞങ്ങളുടെയാണ്, ഇങ്ങോട്ട് തരത്തില്ല എന്ന്. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ചിന്തിച്ച് ഇരുന്ന് മനസ്സിലാക്കി ഉണ്ടാക്കിയെടുത്തതാണ് കഥകളി. അത് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ രൂപം ഇത്രയും ക്രിയേറ്റീവായിട്ട് വന്നത്. ഓരോ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കും. കഥകളിയെ കുറിച്ച് നമുക്ക് ശരിക്കും ഒരു കഥകളി പഠിച്ച് അയാൾ ഇറങ്ങണമെങ്കിൽ 12 വർഷം വേണം. അതുകൊണ്ട് അതിനാരും പഠിക്കാൻ പോകുന്നത്. കഥകളി പഠിപ്പിക്കുന്ന 1-2 സ്കൂളുകളുണ്ട് ഇവിടെ നമ്മുടെ ചുറ്റട്ടത്തിൽ തന്നെ ഉണ്ട്. നെല്ലേരിയിലുണ്ട്, പരവൂരുണ്ട്, മയ്യനാടുണ്ട് കഥകളി പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ ഈ അതൊക്കെ ഒരു ക്ലാസിക്കൽ ആർട്ടാണ്. അതിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. അകന്ന് പോയി നമ്മുടെ പൈതൃകങ്ങളൊക്കെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം അതൊക്കെ മാക്സിമം കാണാൻ പറ്റുന്നെങ്കിൽ കാണുക. പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറി നമ്മളെ പണ്ടത്തെ ട്രൈബൽ ഒരു സംസ്കാരത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസിക്കൽ ആയിട്ടുള്ള ഡാൻസുകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞാൽ ട്രൈബൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി എന്തുവാണ് നല്ല കലകളിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതാണ് നമ്മുടെ ആവശ്യം. അതിന് നമ്മളെല്ലാവരും കൂടെ സഹകരിക്കണം. എങ്കിലേ അത് മാറുള്ളൂ. ഓക്കെ.